നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതമുണ്ട്. ഇന്നിപ്പോൾ ഞാൻ നിങ്ങളുടെ ഈ 2025 ബോർഡ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് വന്നിട്ടുള്ളത്. 2025, അതായത് ഇപ്പോൾ മാർച്ച് മാസം, ഫെബ്രുവരി മാസം ഈ 2025 എക്സാം എഴുതിയ ബോർഡ് എക്സാം പേപ്പറാണ്. എക്സാമിന്റെ ബോർഡ് എക്സാം പേപ്പറിന്റെ ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഒരു സമ്മാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് സ്റ്റാൻഡേർഡ് പേപ്പറാണ്. ഇതെവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. മാത്തമാറ്റിക്സ് സ്റ്റാൻഡേർഡ് എന്ന് കൊടുത്തിരിക്കും. ബേസിക് ആണെങ്കിൽ മാത്തമാറ്റിക്സ് ബേസിക് എന്ന് കൊടുത്തിരിക്കും. അപ്പൊ ഇത് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ CBSE പേപ്പർ ഒരു സൈഡ് ഇംഗ്ലീഷിലും ഒരു സൈഡ് ഹിന്ദിയിലും ആയിരിക്കും ക്വസ്റ്റ്യൻസ്. സെയിം ക്വസ്റ്റ്യൻ ആണ്, ഹിന്ദിയിലും കാണും ഇംഗ്ലീഷിലും കാണും. നിങ്ങൾ മോഡ് ഓഫ് മീഡിയം ഇംഗ്ലീഷ് എഴുതിയാൽ മതി. ഓക്കെ. അപ്പൊ ഇംഗ്ലീഷിലാണ് മോസ്റ്റ്ലി നമ്മൾ എഴുതുന്നത്. എല്ലാ പേപ്പറും, എല്ലാ സബ്ജക്റ്റും ഇംഗ്ലീഷിലും ഹിന്ദിയിലും കാണും. ഹിന്ദി ഇംഗ്ലീഷ് മാത്രം ഇംഗ്ലീഷിലും, ഹിന്ദി ലാംഗ്വേജ് ഹിന്ദിയിൽ മാത്രം കാണുള്ളൂ. ബാക്കി എല്ലാ സബ്ജക്റ്റും ഒരു സൈഡ് ഇംഗ്ലീഷും ഒരു സൈഡ് ഹിന്ദിയിലായിരിക്കും ബോർഡ് എക്സാം പേപ്പർ പാറ്റേൺ കാണുക. അപ്പൊ നമ്മുടെ മോഡ് ഓഫ് മീഡിയം ഇംഗ്ലീഷ് ആയതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് പേപ്പർ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ സെക്ഷൻ ബിയിലെ ക്വസ്റ്റ്യൻ നമ്പർ 21 ഫസ്റ്റ് 2 മാർക്ക് ക്വസ്റ്റ്യന്റെ സ്റ്റാർട്ടിംഗ് ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ഞാൻ എഴുതാം. ഇവാലുവേറ്റ് tan square 60 divided by sin square 60 plus cos square 60. ഇതാണ് ക്വസ്റ്റ്യൻ. 2 മാർക്കിന്റെ സ്റ്റാർട്ടിംഗ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവാലുവേറ്റ് tan square 60 divided by sin square 60 plus cos square 30. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഒന്നുമില്ല, ഇത് നമുക്ക് വാല്യൂസ് അപ്ലൈ ചെയ്താൽ മതിയാവും. ഇതിൽ ഫസ്റ്റ് നമുക്ക് tan 60യുടെ വാല്യൂ ആവശ്യമുണ്ട്. tan 60യുടെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേനും √3 ആണ്. tan 60യുടെ വാല്യൂ √3. പക്ഷെ ഇവിടെ tan സ്ക്വയർ ഉള്ളത് കൊണ്ട് √3 സ്ക്വയർ എഴുതുക. ഡിവൈഡഡ് ബൈ sin 60. sin 60യുടെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേനും √3/2 ആണ്. √3/2 അതിന്റെയും സ്ക്വയർ ഉണ്ട്, അപ്പൊ അതും സ്ക്വയർ ഇടുക. പ്ലസ് cos square 60. cos 60യുടെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേനും 1/2 ആണ്, അതിന്റെയും സ്ക്വയർ ഇടുക. ഓക്കെ. √3 സ്ക്വയർ നമുക്കറിയാം 3 ആണെന്ന് അറിയാം. ഡിവൈഡഡ് ബൈ ഇവിടെയും ഡിനോമിനേറ്ററിൽ √3/2 ദ ഹോൾ സ്ക്വയർ ഉണ്ട്. √3യുടെ സ്ക്വയർ 3, 2ന്റെ സ്ക്വയർ 4 പ്ലസ് 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4. അപ്പൊ ന്യൂമറേറ്റർ അങ്ങനെ എഴുതുക. ഡിനോമിനേറ്ററിൽ നോക്കുക, ഫ്രാക്ഷനിൽ കിടപ്പുണ്ട്, LC എടുക്കുക. 4 ഈസ് ദ LCM. ഡിനോമിനേറ്റർ ഫ്രാക്ഷൻ LC എടുക്കുമ്പോൾ LCM സെയിം ആയതുകൊണ്ട്, നമ്പർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യുക. അപ്പൊ 3 + 1 4 വരും. അപ്പൊ 4ഉം 4ഉം ക്യാൻസൽ ആവും. ക്യാൻസൽ ആയിട്ട് ഡിനോമിനേറ്ററിൽ 1 വരും. സോ ദ ആൻസർ വിൽ ബി 3. ഇതാണ് ആൻസർ. അപ്പൊ ബോർഡ് എക്സാമിന്റെ 2025 ബോർഡ് എക്സാമിന്റെ സ്റ്റാൻഡേർഡ് പേപ്പറിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എത്ര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ വാല്യൂ മാത്രം നമ്മുടെ മൈൻഡിൽ ഇരുന്നാൽ മാത്രം മതി, നമുക്ക് ഈസി ആയിട്ട് 2 മാർക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ട്രിഗണോമെട്രി ചാപ്റ്ററിൽ ഈ ഒരു ബോക്സ് tan 60, tan 45, sin 60, sin 45, sin 30 ആ വാല്യൂസ് എല്ലാം നമ്മൾ ഒന്ന് പഠിച്ചിട്ട് പോണത് കൺഫേം ആയിട്ട് 2 മാർക്ക് 3 മാർക്ക് നിങ്ങൾക്ക് കിട്ടാൻ സഹായിക്കും. ഓക്കെ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു ക്വസ്റ്റ്യനുമായിട്ട് അടുത്തൊരു വീഡിയോയിലോട്ട് കാണാം. ബൈ ബൈ.